ഇനി പബ്ലിക് ഇഷ്യൂ ഗൈഡ് ലൈൻസ് ഫോർ ലിസ്റ്റഡ് കമ്പനീസ് ആണ്. A listed company is eligible to make a public issue if the issue size is less than 5 times its pre-issue net worth. Pre-issue net worthൻ്റെ 5 മടങ്ങിൽ കുറവായിരിക്കണം അതിൻ്റെ ഇഷ്യൂ നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. ഇഷ്യൂ സൈസ് എന്ന് പറയുന്നത് പബ്ലിക് ഇഷ്യൂ നടത്താൻ പോകുന്ന സൈസ് പ്രീ ഇഷ്യൂ നെറ്റ് വർത്തിൻ്റെ 5 മടങ്ങിൽ കൂടാൻ പാടില്ല. ഇഫ് ദ ഇഷ്യൂ സൈസ് ഇസ് മോർ ദാൻ ഓർ ഈക്വൽ ടു 5 times of its pre-issue net worth, then the listed company has to take the book building route and allot 60% of the issue size to qualified institutional buyers. അതായത് ഇഷ്യൂ സൈസ് പ്രീ ഇഷ്യൂ നെറ്റ് വർത്തിൻ്റെ 5 മടങ്ങിൽ കൂടുതലാവുകയാണെങ്കിൽ അങ്ങനെയുള്ള കമ്പനീസ് അവരുടെ അലോട്ട്മെൻറ്റിൻ്റെ 60% ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിനായിട്ട് അലോട്ട് ചെയ്ത് കൊടുക്കണം. അത് ബുക്ക് ബിൽഡിംഗ് റൂട്ടിലൂടെ ആണ് ചെയ്യുന്നത്. ഇനി no company shall make any public issue of securities unless it has made an application for listing those securities in the stock exchange. ലിസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ആ സെക്യൂരിറ്റീസിന് വേണ്ടിയിട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് കമ്പനീസിന് അത് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ പബ്ലിക് ഓർ റൈറ്റ് ഇഷ്യൂസ് ബൈ ലിസ്റ്റഡ് കമ്പനീസ്. റൈറ്റ് ഇഷ്യൂസ് ലിസ്റ്റഡ് കമ്പനീസ് ചെയ്യുന്ന സമയത്ത് ലിസ്റ്റഡ് കമ്പനി ഹൂസ് ഇക്വിറ്റി ഷെയർസ് ആർ ലിസ്റ്റഡ് ഓൺ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മേ ഫ്രീലി price its equity shares and any security convertible into equity at a later date. The preferential issue of equity shares or fully convertible debentures, PCDs or any other financial instruments which would be converted into equity shares at a later date by offered through a public or right issue. ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസിന് ഇക്വിറ്റി ഷെയർസ് അവർക്ക് ഫ്രീ ആയിട്ട് പ്രൈസ് ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഈസ് അപ്പോൺ ദെയർ ഡിസ്ക്രിഷൻ. അതുപോലെ തന്നെ കൺവേർട്ടിബിൾ ഡിബഞ്ചേഴ്സിൻ്റെ കേസിൽ അല്ലെങ്കിൽ കൺവേർട്ടിബിൾ ഷെയർസിൻ്റെ ഒക്കെ കേസിൽ അവർക്ക് അങ്ങനെ സാധിക്കും. ഇനി ഗൈഡ് ലൈൻസ് ഫോർ പ്രിഫറൻഷ്യൽ ഇഷ്യൂ. പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള ഗൈഡ് ലൈൻസ്. ദ പ്രിഫറൻഷ്യൽ ഇഷ്യൂ ഓഫ് ഷെയർസ് FCDs, PCDs or any other instruments which be converted into equity shares to any selected group or persons under the Companies Act shall be governed by these guidelines. സെബി ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തിട്ടാണ് ഈ എല്ലാ ഇൻസ്ട്രുമെൻസും അവർ ഇഷ്യൂ ചെയ്യേണ്ടത്. PCDs ആയാലും FCDs ആയാലും അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് അല്ലെങ്കിൽ ഫുൾ പ്രിഫറൻഷ്യൽ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇതൊക്കെ ചെയ്യേണ്ടത് ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തിട്ടാണ്. ഈ ഒരു ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തിട്ടാണ്, കമ്പനീസ് ആക്ടിൽ പറയുന്ന ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തിട്ട്. Such preferential issue by listed companies by way of equity shares or FCDs, PCDs shall be made in accordance with the pricing provisions mentioned below. കുറച്ച് പ്രൈസിങ് പ്രൊവിഷൻസ് ആണ് ഇനി സെബി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആ ഒരു പ്രൈസിങ് പ്രൊവിഷൻസും ഫോളോ ചെയ്തിട്ട് വേണം ഇഷ്യൂ ചെയ്യാനായിട്ട്. സെബി ഗൈഡ് ലൈൻസ് ഫോർ സെക്കൻഡറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റിലായിരുന്നു നേരത്തെ പറഞ്ഞത്. ഇനി സെക്കൻഡറി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള ഗൈഡ് ലൈൻസ്. ക്യാപിറ്റൽ മാർക്കറ്റിൽ എൻട്രി ചെയ്യുന്ന എല്ലാ കമ്പനീസും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫർണിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഫണ്ട് യൂട്ടിലൈസേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത്, ഇഷ്യൂ നടത്തുന്നതിന് മുമ്പുള്ള ഫണ്ട് യൂട്ടിലൈസേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഷെയർ ഇഷ്യൂ നടത്തുന്ന സമയത്ത് അവിടെ വരുന്ന ബ്രോക്കേഴ്സ് ക്യാപിറ്റൽ അഡീക്വസി നോംസ് ഫുൾഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ തേർഡ് ഒരു ഗൈഡ് ലൈൻ പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതോറിറ്റീസ് ഹാവ് ടു ആൾട്ടർ ദെയർ ബൈലോസ് വിത്ത് റിഗാർഡ് ടു ക്യാപിറ്റൽ അഡീക്വസി നോംസ്. ക്യാപിറ്റൽ അഡീക്വസി നോംസിന് പാകമാകുന്ന തരത്തിൽ ബൈലോസ് കുറച്ച് ആൾട്ടർ ചെയ്യേണ്ടതായിട്ട് വരും സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതോറിറ്റീസ്. All the brokers should submit with SEBI their audited accounts. എല്ലാ ഓഡിറ്റഡ് അക്കൗണ്ട്സും സബ്മിറ്റ് ചെയ്യണം സെബിയിൽ.
പിന്നെ അതുപോലെ തന്നെ ബ്രോക്കേഴ്സ് ട്രാൻസാക്ഷൻ പ്രൈസ്, സെക്യൂരിറ്റീസിൻ്റെ ട്രാൻസാക്ഷൻ പ്രൈസ്, പിന്നെ അതുപോലെ തന്നെ കമ്മീഷൻസ് എത്ര അവർ ഏൺ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ അതിൽ ഡിസ്ക്ലോസ് ചെയ്യണം. പിന്നെ അടുത്തൊരു ഗൈഡ് ലൈൻ പറയുന്നത് ബ്രോക്കേഴ്സ് 24 മണിക്കൂറിനുള്ളിലായിട്ട് ട്രാൻസാക്ഷൻ നോട്ട്സ് ക്ലയൻസിനായിട്ട് സബ്മിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യണം. പിന്നെ ദ ബ്രോക്കേഴ്സ് മസ്റ്റ് ക്ലിയർലി മെൻഷൻ ദെയർ അക്കൗണ്ട് ഡീറ്റെയിൽസ്, അവരുടെ ഫണ്ട് ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് അവർ ഡിസ്ക്ലോസ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ മാർജിൻ മണി ഓൺ സർട്ടൻ സെക്യൂരിറ്റീസ് ഹാസ് ടു ബി പെയ്ഡ് ബൈ ക്ലെയിംസ് സോ ദാറ്റ് സ്പെക്കുലേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ പ്രിവെൻറ്റഡ്. ക്ലെയിം ചെയ്യുന്ന സമയത്ത് മാർജിനൽ മണി എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കണം. Market makers are introduced for certain scripts by which brokers become responsible for the supply and demand of the securities and the price of the securities is maintained. ചില പെർട്ടിക്കുലർ സ്ക്രിപ്റ്റ്സിനായിട്ട് നമ്മൾ മാർക്കറ്റ് മേക്കേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ മാർക്കറ്റ് മേക്കേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ബ്രോക്കേഴ്സിനായിരിക്കും. അവരാണ് ഈ മാർക്കറ്റ് മേക്കേഴ്സ് നടത്തുന്ന സപ്ലൈ ആൻഡ് ഡിമാൻഡ് ചേഞ്ചസിനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. എ ബ്രോക്കർ കനോട്ട് അണ്ടർറൈറ്റ് മോർ ദാൻ 5% ഓഫ് ദ പബ്ലിക് ഇഷ്യൂ. പബ്ലിക് ഇഷ്യൂ നടത്തുന്നതിൻ്റെ 5% കൂടുതൽ ബ്രോക്കേഴ്സിന് അണ്ടർറൈറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത് വേറെ അണ്ടർറൈറ്റിംഗ് ഏജൻസീസിനൊക്കെ ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി റീസെൻറ്റ് ട്രെൻഡ്സ് ആൻഡ് റിഫോംസ് ഇൻ പ്രൈമറി ക്യാപിറ്റൽ മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റിലെ റീസെൻറ്റ് ട്രെൻഡ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. സെബി ഫോം ചെയ്തത് ആക്ച്വലി 1988 ഒരു സ്റ്റാറ്റ്യൂട്ടറി ഫോമായിട്ട് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് അവർ ഗെയിൻ ചെയ്തത് 1992 അപ്പോൾ സെബി മുന്നോട്ട് വയ്ക്കുന്ന 2 ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. ഒന്ന് ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ, പിന്നെ അതുപോലെ തന്നെ ഓർഡർലി ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ളതാണ് സെബീൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്, മെയിൻ ഫ്രെയിം ഒബ്ജക്റ്റീവ്സ്. സെബി സ്റ്റാറ്റ്യൂട്ടറി പവർ ഗെയിൻ ചെയ്തതിന് ശേഷം അവർ റൈറ്റ് ഇഷ്യൂൻ്റെ അല്ലെങ്കിൽ ബോണസ് ഇഷ്യൂൻ്റെ മുകളിലുള്ള റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ അതോറിറ്റീസൊക്കെ നീക്കി. പക്ഷേ ന്യൂ ഇഷ്യൂ നടത്തുന്ന സമയത്ത് അതെന്തായാലും സെബീൻ്റെ അണ്ടറിലായിരിക്കണം, സെബീൻ്റെ ഫുൾ കൺട്രോൾ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇഷ്യൂയിങ് കമ്പനീസിൻ്റെ മുകളിലുള്ള എല്ലാ ഗൈഡ് ലൈൻസും അതുപോലെ തന്നെയുണ്ട്. ഈ ഗൈഡ് ലൈൻസ് എല്ലാം പാലിക്കാനുള്ള ഒരു ഒബ്ലിഗേഷൻ ഇഷ്യൂയിങ് കമ്പനീസിനുണ്ട്. ഇങ്ങനെയുള്ള ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ സെബി കൊണ്ടുവന്നത് പ്രധാനമായിട്ടും ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സെബീൻ്റെ ഏറ്റവും വലിയ എയിം എന്ന് പറയുന്നത്. ഇൻ 1990 മ്യൂച്വൽ ഫണ്ട്സ് വർ സെറ്റപ്പ് ഇൻ ദ പ്രൈവറ്റ് സെക്ടർ. പ്രൈവറ്റ് സെക്ടറിൽ മ്യൂച്വൽ ഫണ്ട് സെറ്റപ്പ് ചെയ്തത് 1990 ഇതാണ് റീസെൻറ്റ് ട്രെൻഡ്സ് എന്ന് പറയുന്നത്, സെബിയിൽ വന്നിട്ടുള്ള റിഫോംസ്. അല്ലെങ്കിൽ സെബി പ്രൈമറി ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഇതിൽ നടത്തിയിട്ടുള്ള റിഫോംസ് എന്ന് പറയുന്നത് ഇതാണ്. റൈറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ ബോണസ് ഇഷ്യൂവിൻ്റെ മുകളിലുള്ള അതോറിറ്റീസ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറ്റി. പക്ഷേ ന്യൂ ഇഷ്യൂ ഓഫ് ഷെയർസിൻ്റെ മുകളിലുള്ള റെസ്ട്രിക്ഷൻസ് അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ കമ്പനീസിന് സെർട്ടൈൻ ഗൈഡ് ലൈൻസ് ഒബ്ലൈജ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷനാണ് ഇവരുടെ ഒരു മേജർ എയിം എന്ന് പറയുന്നത്. The requirement to issue shares at par value of ₹10 and 100 was withdrawn. പാർ വാല്യൂ 10 അതുപോലെ തന്നെ 100 ഒക്കെയുള്ള അങ്ങനെ ഒരു റിക്വയർമെൻറ്റ് വെച്ചിരുന്നത് മാറ്റി. സെബി ഹാസ് പെർമിറ്റഡ് കമ്പനീസ് ടു ഡിറ്റർമിൻ ദ പാർ വാല്യൂ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് ബൈ ദം. ഇനി കമ്പനീസിന് തന്നെ അവരുടെ പാർ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാം എന്നുള്ളൊരു അവകാശം, അങ്ങനെയുള്ളൊരു പെർമിഷൻ സെബി കൊടുത്തു. വേരിയസ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ആസ് ക്രെഡിറ്റ് റേറ്റിംഗ് ആൻഡ് ഇൻഫർമേഷൻ സർവീസസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ICRA, ദാറ്റ് ഈസ് ഇൻഫർമേഷൻ ആൻഡ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി, അതുപോലെ തന്നെ കെയർ, ദാറ്റ് ഈസ് ക്രെഡിറ്റ് അനാലിസിസ് ആൻഡ് റിസർച്ച് ലിമിറ്റഡ്,
ഇതൊക്കെ സെറ്റപ്പ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ കമ്പനീസ് ഒരുപാട് മെറ്റീരിയൽ ഫാക്ട്സ് ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളൊരു നിബന്ധന സെബി കൊണ്ടുവന്നു. പിന്നെ അടുത്തത് എന്താണ്? ഇൻസ്ട്രക്ഷൻ ഓഫ് ഇംപ്രൂവ്ഡ് ഡിസ്ക്ലോഷർ സ്റ്റാൻഡേർഡ്സ്, പ്രുഡൻഷ്യൽ നോംസ് ആൻഡ് സിംപ്ലിഫൈഡ് ഇഷ്യൂ പ്രൊസീജിയേഴ്സ്. ഇഷ്യൂ പ്രൊസീജിയറിനെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പുതിയ നോംസ് കൊണ്ടുവന്നു. പിന്നെ ഡിസ്ക്ലോഷർ സ്റ്റാൻഡേർഡ്സ് ഇംപ്രൂവ് ചെയ്തു. പെർമിഷൻസ് വാസ് ഗിവൻ ടു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ടു ഓപ്പറേറ്റ് ഇൻ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ്സ്. ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ കമ്പനീസിന് ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്സിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ GDR, ADR. GDR എന്ന് പറയുന്നത് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്, ADR എന്ന് പറയുന്നത് അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കമ്പനീസിന് കൊടുത്തു. പിന്നെ certain mandatory conditions related to infrastructural companies are removed. ഇൻഫ്രാസ്ട്രക്ചറൽ കമ്പനീസിനായിട്ട് ബേസ് ചെയ്തിരുന്ന കുറച്ച് റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് അവരെടുത്തു മാറ്റി. ഇത്രയാണ് റീസെൻറ്റ് ട്രെൻഡ്സ് എന്ന് പറയുന്നത്. റീസെൻറ്റ് ട്രെൻഡ്സിൽ ശ്രദ്ധിക്കാനുള്ളത് 110 എന്നൊക്കെ പറയുന്ന പാർ വാല്യൂ അത് മാറ്റി, പകരം കമ്പനീസിന് തന്നെ അധികാരം കൊടുത്തു പാർ വാല്യൂ ഡിസൈഡ് ചെയ്യാനുള്ള. പിന്നെ അതുപോലെ തന്നെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ഒരുപാട് പുതിയതായിട്ട് സെറ്റ് ചെയ്തു. ക്രിസൈൽ, പിന്നെ അതുപോലെ തന്നെ ICARA, കെയർ ഒക്കെ പോലെയുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് സെറ്റ് ചെയ്തു. പിന്നെ ഒരുപാട് മെറ്റീരിയൽ ഫാക്ട്സ് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി ആക്കി. പിന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നേരെ തിരിച്ച് ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്സിൽ ഇന്ത്യൻ കമ്പനീസിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തു. ഇതൊക്കെയാണ് റീസെൻറ്റ് ട്രെൻഡ്സിൽ ശ്രദ്ധിക്കാനുള്ളത്.